അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടക്കി അയക്കപ്പെടുന്ന ആ മൈഗ്രൻസിനെ കയ്യാമം വെച്ചും കാലുകളിൽ ഒക്കെ ചങ്ങലകളിട്ടുമൊക്കെയാണ് ഇങ്ങോട്ടേക്ക് അയക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ആക്ഷേപമായിട്ട് ഇവിടുത്തെ പല മാധ്യമങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈവിലങ്ങിട്ടും കാൽച്ചങ്ങല കിട്ടിയും അയക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നരേന്ദ്രമോദിയിൽ കെട്ടിവെക്കുകയാണ് ഇവരെല്ലാവരും ചെയ്തിരിക്കുന്നത്. അത് മോഡിജിയുടെ പിടിപ്പുകേടാണ്. മോഡിജിയുടെ സുഹൃത്തായ ട്രംപിനെ കൊണ്ട് ഇതെന്തുകൊണ്ട് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. എത്ര ബാലിശമാണ് ഈ ചോദ്യം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. യുക്തിസഹമാണോ ഇത്? ആരെയാണ് ഇങ്ങോട്ട് തിരിച്ചയക്കുന്നത്? അവിടെ പോയി അന്തസ്സായി ജോലി ചെയ്ത് ജീവിച്ച് കഴിഞ്ഞവരെയാണോ? അല്ല, അനധികൃതമായി അവിടെ കടന്നു കയറി അവിടുത്തെ സമ്പദ് വ്യവസ്ഥയും അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയും ലാൻഡ് ഓർഡർ സിറ്റുവേഷനും ഒക്കെ ഭീഷണിയായിട്ടുള്ളവരെയാണ് ഇങ്ങോട്ട് അയക്കുന്നത്. ആദ്യ ബാച്ചിൽ അയക്കപ്പെടുന്നതെല്ലാം തന്നെ ക്രിമിനലുകളെയാണ്. ഇവരുടെ ഈ യാത്രാ രീതിയെക്കുറിച്ചും അതേപോലെ ആരെയൊക്കെയാണ് ആദ്യത്തെ ബാച്ചുകളിൽ അയച്ചത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ ടൈംസ് നൗ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനല് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ ചില പ്രധാന ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് അല്പമൊന്ന് കാണാം. All these people who are being deported back from the United States are criminals. Playing out right now, there are also some who are accused of heinous crimes. In the second batch, there were 2 murder accused actually. The duo, identified as Sandeep and Pradeep, were wanted in a murder case in Punjab's Patiala district and were immediately taken into custody by the police upon arrival. According to the cops, ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിമിനലുകളെയാണ്. ഇവിടെ തന്നെ എല്ലാവരും അറിഞ്ഞതൊരു വസ്തുതയാണ്. 2 കൊലക്കേസിലെ പ്രതികളെ ഈ തിരിച്ചയക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് സ്വതന്ത്രരായി വിടുക? അത് നാം ഒന്ന് ആലോചിക്കണം. ഇപ്പം ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഇവിടെ ആൾക്കാരെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ അവർ മടങ്ങി വരുന്നത് എങ്ങനെയാ? അങ്ങേയറ്റം നിരാശയോടുകൂടിയും പ്രതികാരവാഞ്ചയോടുകൂടിയും ഒക്കെയാണ്, അപമാനിതരുമാണ് ആയിട്ടാണ് മടങ്ങി വരുന്നത്. അപ്പോൾ അവർ ഒരു സാധാരണ ഫ്ലൈറ്റിലെ 8, 5, 6 ഫ്ലൈറ്റിലെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഈ 100, 110, 125 ആൾക്കാരെയൊക്കെ കടത്തിവിടണമെന്നാണോ ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്? അങ്ങനെ പോകുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ ഇവരെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലോ? അവരാകെ നിരാശരാണ്. ഇനി ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കുന്നവരും ഉണ്ടാകും. അവർ തമ്മിത്തല്ലും. അവർ ഫ്ലൈറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ അവർ കൈകാര്യം ചെയ്യും. അവർ പറയുന്ന സ്ഥലത്തേക്ക് ഫ്ലൈറ്റ് തിരിച്ച് വിടേണ്ടി വരും. അങ്ങനെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഫ്ലൈറ്റിനകത്തുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ തരത്തിലുള്ള ആൾക്കാർ. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയേറെ കഷ്ടം തോന്നുന്നു. എന്തിനാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ രാജ്യത്ത് പണിയെടുത്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു? കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയാണ് ഈ പോകുന്നതോ തെറ്റായ വഴികളിലൂടെയും. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരിക്കലും എൻകറേജ് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, ഇവിടുത്തെ ഈ മാധ്യമ പ്രവർത്തകർ മിക്കവാറുമൊക്കെ തീവ്രവാദ സംഘടനകളുടെ പിണിയാളുകളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും അതേപോലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ ആൾക്കാരുണ്ട്. അനധികൃതമായി ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. മോഡി സർക്കാർ അവരെയൊക്കെ കണ്ടെത്താനും തിരിച്ചറിയാനും അവരെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യാനും ഉള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ വരുമ്പോൾ അല്ലയോ മോഡി, അവർ കയ്യാമം വെച്ചും കാൽവിലങ്ങ് വെച്ചും തിരിച്ചയക്കരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അതാർക്കും മനസ്സിലാവും. പക്ഷേ ട്രംപ് ചെയ്തതാണ് ശരിയായ നടപടി, ഉചിതമായ നടപടി. ഫ്ലൈറ്റിനകത്ത് വെച്ച് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്തെങ്കിലും കുഴപ്പം കാണിച്ച് ജീവഹാനിയും ഒക്കെ ആൾക്കാർക്ക് സംഭവിച്ചാൽ ആരുത്തരവാദിത്വം പറയും? ഈ പറയുന്ന മീഡിയ വൺകാരനും 24 ന്യൂസുകാരനും ഒക്കെ സമാധാനം പറയുമോ? അന്നേരം അവർ പറയും ക്രിമിനലുകളെ തിരിച്ചുവിടുമ്പോൾ അല്ലെങ്കിൽ നിരാശരായ ജനങ്ങളെ തിരിച്ചുവിടുമ്പോൾ സ്വതന്ത്രരായി വിട്ടത് അബദ്ധമല്ലേ എന്നല്ലേ അവർ ചോദിക്കുള്ളൂ. എത്ര വിഡ്ഢിത്തരമായ ചോദ്യങ്ങളാണ് ഈ ചോദിക്കുന്നത്. അതിന്
മോഡിയുടെ കഴിവുകേടാണത്രേ. മോഡിയുടെ കഴിവുകേട്, മോഡിയുടെ കഴിവാണ്, മോഡിയുടെ ധൈര്യമാണ്, മോഡി കൊടുത്ത ഉറപ്പാണ് ട്രംപിന് ഇല്ലീഗൽ മൈഗ്രൻസിനെ ഇങ്ങോട്ട് അയക്കാൻ ഉള്ള പ്രചോദനമുണ്ടായതെന്ന് നമുക്കറിയാം. ആരായത്? പഞ്ചാബിൽ നിന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ. പഞ്ചാബികളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ളവരെ അവരെന്തിനും തുനിഞ്ഞവരാണ്. അങ്ങനെയുള്ളവരെയാണോ സ്വതന്ത്രരായിട്ട് വിടേണ്ടത്? എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഇങ്ങോട്ട് അയക്കേണ്ടത്? ഇതൊക്കെ മനസ്സിലാക്കാതെ വെറും ജൽപ്പനങ്ങൾ മോഡിയെ കുറ്റപ്പെടുത്താൻ ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു, അപമാനിക്കുന്നു. ഏതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നൊന്നും നടക്കില്ല. ഇങ്ങനെയെങ്കിലും നിങ്ങൾ സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തുകൊള്ളൂ.